71 തുടങ്ങിയതാ ഞാൻ ഈ ഫ്ലാഷ് സ്റ്റുഡിയോ. അതിന്റെ അന്തസ് ഇപ്പോഴും ഉണ്ട്. നിങ്ങളെപ്പോലുള്ളവരൊന്ന് ചോദിച്ചാൽ എനിക്ക് പരസ്യം തരാതിരിക്കാൻ പറ്റില്ല. പക്ഷെ പരസ്യം കൊടുക്കുമ്പോ ഫ്ലാഷ് സ്റ്റുഡിയോ എന്നടിക്കുന്ന അതേ വലിപ്പത്തിൽ പ്രൊപ്പറേറ്റർ സദാനന്ദൻ BA എന്നുകൂടി അടിച്ചിരിക്കണം. അതെനിക്ക് നിർബന്ധമാ. ഇപ്പോഴത്തെ കാലത്താരും പേരിന്റെ കൂടെ ഡിഗ്രി ഒന്നും വെക്കാറില്ല. ഇത് ഡിഗ്രി അല്ല, ഇനീഷ്യലാ. വേണമെങ്കിൽ ഡിഗ്രിയാണ് തോന്നിക്കോട്ടെ, പ്രശ്നമല്ല. അല്ല, നിങ്ങളാരും ചായ ഒന്നും കഴിച്ചില്ലല്ലോ. ഗണേശാ, ഗണേശാ. ഗണേശൻ ബാങ്കിൽ പോയിട്ട് വന്നിട്ടില്ല. അപ്പൊ കൃഷ്ണകുട്ടി ഒരു 4 ചായ വാങ്ങിച്ചോണ്ടോ. പെട്ടെന്ന് വേണം, ഇവർക്ക് പോകാൻ തിരക്കുണ്ട്. നിങ്ങൾക്കാർക്കും മധുരം കഴിക്കാൻ കുഴപ്പമില്ലല്ലോ. ആ ഒരു 3 അല്ല 4 ചായ ഫ്ലാഷ് സ്റ്റുഡിയോയിലേക്ക്. 4 ചായ കൊണ്ടുവരാൻ ഇവിടെ ആളെ നിർത്തിയിട്ടില്ല. കൊണ്ടുവന്നാൽ തന്നെ കാശ് കിട്ടുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാ. വേണേ ചായ ഇട്ട് തരാം, കൊണ്ടുപോയിക്കോ. ഗ്ലാസ് ഞാൻ പിന്നെ എടുപ്പിച്ചോളാം. ഇടാൻ പറയണം. 4 ചായ. അതെ, എന്താ? അല്ല, നീ ചായ മറ്റും വാങ്ങാൻ പോകുന്നത്? അത് ഞങ്ങൾ 2 പേരാണ് ഇതിന്റെ ഉടമസ്ഥര്. ചിലപ്പോ പുള്ളി പോവും, ചിലപ്പോ ഞാൻ പോവും. ഞങ്ങൾക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് ആളിനെ നിർത്തി ആരുടെ കാശായി പോകുന്നേ? ആ, ഞാൻ നിന്നെ കണ്ടൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാ. മോളാണെങ്കിൽ മാമാ മാമാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി പിന്നെ നിർത്തത്തേ ഇല്ല. മോളെ, ദേ കൃഷ്ണൻകുട്ടി മാമൻ. ഈ കുളത്തെ കൊടുത്ത പോരെ? വലിപ്പം മതി, ധാരാളം മതി. അവിടെ കൊടുത്താൽ മതി. കൊടുക്ക. അവിടെ കൊടുക്ക. BSc-കാരനായതുകൊണ്ടാ ചായ കൊണ്ടുവരാൻ ലേശം ബുദ്ധിമുട്ട്. എനിക്കത് കാണുന്നത്, ആ ബുദ്ധിമുട്ട് കാണുന്നത് ഒരു രസമാ. മുതലാളി, ഇന്നലെ എടുത്ത റോൾ ഇന്ന് ഡെവലപ്പ് ചെയ്യണോ? ഏത് റോള്? ഏത് റോള്? ഇന്നലത്തെ റോള്. നീ അത് ഡെവലപ്പ് ചെയ്യാം. മുതലാളി പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മുതലാളി ഇടാറ്. എന്റെ സിസ്റ്ററാ. നമസ്കാരം ചേച്ചി, ഞാൻ ഇവിടെ ഇരിക്കുന്ന പയ്യനാ. ചേട്ടാ, ചേട്ടൻ വേണമെങ്കിൽ എഴുതി വെച്ചോ. അയാൾ ഇന്ന് മനഃപൂർവ്വം ചേട്ടനെ കൊണ്ട് ചായ വാങ്ങിപ്പിച്ച. 7ാം ക്ലാസ്സിൽ ഡ്രില്ലും പാസ്സായവൻ BSc-കാരനെ കൊണ്ട് ചായ വാങ്ങിപ്പിക്കുന്ന ഒരു സുഖമല്ലേ? എത്ര നാളായി ഞാൻ പറയുന്നു എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന്. എങ്ങാണ്ട് ആരുടെ കല്യാണം ഉണ്ടെന്നോ കൊലവിളി ഉണ്ടെന്നോ പറഞ്ഞ് അതും കഴിഞ്ഞ് പോയാന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയിരിക്കുക. ഗണേശന് ശമ്പളം ഒന്നുമില്ല. കൊലക്ക 200 രൂപ കണക്കിലെഴുതി വെക്കുന്നുണ്ട്. ഞാൻ കുടിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും കണക്ക് കുറയ്ക്കുമ്പോ പിന്നെ എല്ലാം കണക്കാ. ചേച്ചി ഇന്ന് വന്നപ്പോ ഗണേശൻ അങ്ങനെ പെരുമാറിയത് നന്നായി. എന്റെ മാനൻ രക്ഷപ്പെട്ടു. എനിക്കറിയാം ചേട്ടന്റെ വിഷമം, പക്ഷെ അയാൾക്കതറിയില്ല. എങ്ങാനും ഒരു തോക്കത്തന്റെ കിട്ടിയാൽ അന്നിങ്ങര അന്ത്യമാണ്. ഫ്ലാഷ് സ്റ്റുഡിയോ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കൃഷ്ണൻകുട്ടി. ഗുഡ് മോർണിംഗ്. എന്താ എല്ലാരും കൂടെ? എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ എങ്ങനെ മറക്കാനാ? എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇരിക്കാൻ ഇവിടെ ഞങ്ങൾ ഇരിക്കാൻ വന്നതല്ല, ഫോട്ടോ എടുക്കാൻ വന്നതാ. പിന്നെന്താ, അകത്തോട്ടിരിക്കാം. ഗണേശ, ഒരു 3-4 ചായ പെട്ടെന്ന് വെച്ചോടാ. ചേട്ടാ, അതേ സദാനന്ദനെ സോഹന്റെ അടുത്ത് കാണിക്കണം. അതല്ല, നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ലേ, സർക്കിൾ ഇൻസ്പെക്ടർ, കക്ഷിയുടെ മോള് 3-4 പെൺപിള്ളേരും ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. അവക്ക പ്ലീസ്. ഇതാണോടി നിന്റെ കൃഷ്ണൻകുട്ടി? ചന്ദനക്കുറിയൊക്കെ ഇട്ട ഒരു കിഴങ്ങേശ്വരൻ. അയ്യോ, ഈ ക്യാമറ വളരെ വില കൂടിയതാ. ജർമ്മൻ മേക്കാ. ഇരുന്നാണോ നിന്നാണോ എങ്ങനെ? അല്ല, നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലൈറ്റ് ഒക്കെ വെക്കാൻ വളരെ സൗകര്യമായിരിക്കും. നടന്ന് വേർത്ത് വന്നല്ലേ, വേണമെങ്കിൽ ടച്ചപ്പ് ചെയ്യാം. ഇവിടെ ഒരു പൊട്ട എനിക്ക് വേണ്ട. ഇവിടെ പൊട്ടായിക്കൂടെ? ഇവിടെ നല്ല 1-ാം തരം ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെ നേരിൽ കാണുന്നതിനേക്കാൾ ഗെറ്റപ്പൊക്കെ വേണം ഫോട്ടോയിൽ. അതുകൊണ്ടാ ഫ്ലാഷിൽ തന്നെ വന്നത്. ഇതെന്താ ഗംഭീരമാക്കാം.
ആർക്കാടാ ഇത്രയും ചായ? ഫോട്ടോ എടുക്കാൻ കുറച്ച് പെമ്പിള്ളാർ വന്നിട്ടുണ്ട്. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞു ഫോട്ടോ സ്റ്റുഡിയോയിൽ ആൾക്കാർ വരുന്നത് ചായ കുടിക്കാനാണോടാ? അല്പം കൂടെ നടത്ത്. ആ റെഡി. സ്മൈൽ പ്ലീസ്. ആ നിർത്ത്. ഗുഡ് മോർണിംഗ്. എന്തിനാ ഈ ലൈറ്റ് ഇട്ടിരിക്കുന്നേ? അത് 3 പേര് നിൽക്കുന്നോണ്ട്. 3 പേർക്ക് എന്തിനാ ഈ ലൈറ്റ്? അത് ഇവിടുന്ന് സോഴ്സ് വെച്ചിരിക്കുക. എന്ത് സോഴ്സ്? ഒരു സോഴ്സിന്റെ ആവശ്യമില്ല. ഇവരെന്തിനാ ഇങ്ങനെ നിർത്തിയിരിക്കുന്നേ? അവര് നിക്കണമെന്നാ പറഞ്ഞത്. അല്ല, ഫ്രെയിം എങ്ങനെ ശരിയാവും? കോമ്പോസിഷൻ എങ്ങനെ ശരിയാവും? അറിയാം. അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി എന്തിനാ വെറുതെ ഈ പണിക്ക് പോകുന്നത്? കൃഷ്ണൻകുട്ടി പോന്നേ. വെറുതെ 71 തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ. ആ കുട്ടി സ്വല്പം അങ്ങോട്ട് മാറിക്ക. ആ കുട്ടി പുറത്തോട്ട്. വെരി ഗുഡ്. സ്മൈൽ. ആ കൃഷ്ണൻകുട്ടി ഈ സ്റ്റുഡിയോയുടെ പാർട്ട്ണർ ആണെന്നല്ലേ പറഞ്ഞത്? അതെ, ഞാനും പാർട്ണറാണ്. എന്നിട്ടാണോ അങ്ങേരുടെ മോശമായ പെരുമാറ്റം? ഛേ, വളരെ മോശം. വരുന്നവർക്കും പോകുന്നവർക്കും ചായ വാങ്ങിച്ചു കൊടുക്കാൻ ഇതെന്താ ഹോട്ടലാണോ അതോ തന്തയുടെ വകയോ? തന്തയ്ക്ക് മാത്രം പറയരുത്. നിന്റെ തന്തയ്ക്കാണ് പറഞ്ഞതെന്ന് നിനക്ക് എങ്ങനെ അറിയാം? 71 തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ. എങ്ങനെ കൊണ്ടുപോകണം എന്ന് എനിക്കറിയാം. അടങ്ങി ഒതുങ്ങി നിന്നാൽ എല്ലാവർക്കും നല്ലത്. ഏതായാലും തല കക്ഷത്തായി. ഊരി കിട്ടുന്നവരെ കുറെ ക്ഷമിച്ചേ പറ്റൂ. അവരുടെ മുമ്പ് വെച്ച് അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് വിഷമമുള്ളൂ. ഭയങ്കര പുറകെ. അവരോട് മുമ്പ് വെച്ച് പറഞ്ഞത് അയാളുടെ സ്വഭാവം. അടുത്ത നിമിഷം പറഞ്ഞൊക്കെ മറക്കും ചെയ്യും. കണ്ടില്ല വൈകിട്ട് പോകുന്നതായിട്ട് തോള കേട്ടോണ്ട് പറഞ്ഞത് രണ്ടുപേരും കല്യാണത്തിന് വരണം, ഒരുമിച്ച് പോകണമെന്നൊക്കെ. ആ നീ വേണപ്പിക്കോ, ഞാനങ്ങ് വരുന്നില്ല. അയാൾ നമ്മളെ രണ്ടുപേരെയും കെട്ടിയെടുത്തോണ്ട് പോകും. നോക്കിക്കോ, അയാൾക്ക് പവർ കാണിക്കണ്ടേ? എന്തോന്ന് വേ കണ്ണല്ലേ മോത്തിരിക്കുന്നു. അപ്പൊ പ്രായമായ ഒരു മനുഷ്യനല്ലേ? ഇയാളെ പോലെ പ്രായം വരുത്തന നേരം വെളുത്ത നാഴിക നാപ്പോട്ട് എന്നെ അടിച്ച് ചാടിക്കുന്നത്. എനിക്ക് ആരെങ്കിലും ചാടിക്കണ്ടേ? ആ ചാവടി. കൃഷ്ണൻകുട്ടിയില്ലേ? ഇല്ല, വീട്ടിൽ പോയിരിക്കുക. വൈകിട്ടേ വരൂ. അന്നത്തെ ഫോട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹലുവ പോലില്ലേ? ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടായി. അതുകൊണ്ട് കുറച്ചുകൂടെ ഓർഡർ തരാൻ വന്നതാ. പിന്നെന്താ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. വിമൻസ് കോളേജിലെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ വിവരം അറിയാമല്ലോ. ഓഹോ. ഞാനാ ഈ വർഷത്തെ ചെയർമാൻ, ഇവൾ സെക്രട്ടറി. നമുക്ക് ഏതായാലും ഒരു 10-60 ഫോട്ടോ കൂടി എടുക്കേണ്ടി വരും. 60 600 ഫോട്ടോ വേണ്ടി എടുക്കാമല്ലോ. അതിന് അഡ്വാൻസ് തരാൻ വന്നതാ. നല്ല കാര്യം. ചില സമയത്ത് സ്വപ്നം ഒത്തു വരുമെന്ന് പറഞ്ഞത് ശരിയാ. ഞാൻ ഇന്നലെ രാത്രി ഒരു ഉഗ്ര സ്വപ്നം കണ്ടു. കുറെ അധികം രൂപ അഡ്വാൻസ് കിട്ടുമെന്ന്. താളിക്കുന്നു അഡ്വാൻസ്. പക്ഷെ ഒരു നിർബന്ധമുണ്ട്. എന്താ അത്? കോളേജിൽ വരുന്നതും ഫോട്ടോ എടുക്കുന്നതും കൃഷ്ണൻകുട്ടി അയക്കണം. അതെന്താ അങ്ങനെ? അത് യൂണിയന്റെ തീരുമാനമാണ്. ഞാനെടുത്താൽ അലുവ മാതിരി ഇരിക്കും. ഞങ്ങൾക്ക് അലുവ വേണ്ട, ഫോട്ടോ മതി. എന്നാ അഡ്വാൻസ് ഉണ്ടാ? ഇത്ര ഓർഡറുകൾക്ക് ഞാൻ 500 രൂപ കുറച്ച് അഡ്വാൻസ് വാങ്ങിക്കാറില്ല. അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. 71 തുടങ്ങിയാ ഞാൻ ഈ സ്റ്റുഡിയോ. അന്ന് മുതൽ റസീറ്റ് പിന്നെ തരാം. അവിടെ നിന്നോളൂ, കുഴപ്പമില്ല. അല്ല, ചേട്ടൻ തന്നെ വന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയുമ്പോ ഞാൻ എന്തോ മനസ്സിലാക്കണ്ടേ? സർക്കിൾ അവസാനം കയറിയ അമ്മായി അച്ഛനാവോ? അവർക്ക് മാത്രമേ ഉള്ളൂ എന്നോട് അല്പമെങ്കിലും സഹതാപം. ഏതായാലും ചേട്ടൻ കോൾ അടിച്ചില്ലേ? ഇനി കുറെ നാള് കയറി ഇറങ്ങിക്കൂടെ? തേരാ പാരാ വിമൻസ് കോളേജില് ആർക്ക് കിട്ടും ഈ പരമഭാഗ്യം? വിമൻസ് കോളേജിലെ പെമ്പിള്ളേരെ എന്തുവാ ചേട്ടാ? എനിക്കും അതാ ബുദ്ധിമുട്ട്. ഈ പെമ്പിള്ളേര് മാത്രം പഠിക്കുന്ന കോളേജിൽ പോയി ഞാൻ ആദ്യമായിട്ടാ ഫോട്ടോ എടുക്കുന്നത്. അതിനെന്തോന്നാ കുഴപ്പം? നാളെ ചേട്ടൻ ഈ കണസാവണസം മുണ്ട് ഷർട്ടൊക്കെ ഒന്ന് മാറ്റി ടിപ്പ് ടോപ്പിൽ ഒരു പാന്റ് ഷർട്ടും ഫിറ്റ് ചെയ്യണം. എന്റെ ഉണ്ട് ഒരു ടിപ്പ് ടോപ്പ് ബനിയൻ. നമ്മൾ രണ്ടുപേരും വിമൻസ് കോളേജിലേക്ക് കയറി ചെല്ലുന്നു. സുരസുന്ദരികളായ വിമൻസ് കോളേജിലെ പെൺകുട്ടികളുടെ ആ തിക്കിലൂടെ തിരക്കിലൂടെ തൊട്ടും തൊടാതെയും ചേട്ടൻ ക്യാമറ ക്ലിക്ക് ചെയ്യും, ഞാൻ ഫ്ലാഷ് മിന്നും. എനിക്കും ചേട്ടനും ചുറ്റും തുളുമ്പുന്ന പെൺകിടാങ്ങളുടെ മഹാസാഗരം. ചേട്ടാ, നമ്മൾ ഇപ്പോഴേ ഇത്രയും വൈകി. ഇന്ന് മാത്രം എന്താ ചേട്ടൻ നിർബന്ധം അമ്പലത്തിൽ പോകണമെന്ന്? അതെനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസം. ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയി തേങ്ങ അടിക്കണം. അത് കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര ധൈര്യം.
വാട്ടോ പോ. ഗണേശ, എന്താട്ടോ? അല്ല എന്താന്ന്? എറിഞ്ഞിട്ടും ആ തേങ്ങ പൊട്ടിയില്ലല്ലോ. കല്ലിലല്ല ചാക്കിൽ തേങ്ങ എറിഞ്ഞാ പിന്നെ ഇനി ചേട്ടനല്ല ജെയിംസ് ബോണ്ട് അറിയാലും പൊട്ടത്തില്ല. എന്നാലും പൊട്ടിയില്ലല്ലോ. വരുന്നില്ലേ? സമയായി. എന്താ താനിതുവരെ പോയില്ലേ? പോവാണ്. ഇവനവിടെ പോകുന്നു? ഞാൻ ചേട്ടന്റെ ഫ്ലാഷ്. ചേട്ടന്റെ ഫ്ലാഷോ? എന്താ ഒറ്റക്കെടുക്കാറായില്ലേ? അത് നീ അവിടെ നിൽക്കേ, രാവിലെ ബാങ്കിലൊക്കെ പോകേണ്ട കാര്യമുണ്ട്. ഇതെന്താ പിക്നിക്കോ? ചെല്ലാ സ്റ്റുഡിയോട്ട്. ആ ഞാൻ പോവാ. ചെല്ലടാ സ്റ്റുഡിയോട്ട്. വിമൻസ് കോളേജിൽ പോയി ഞാൻ ഒന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചപ്പോ എന്തടാ സാധാരണ നിനക്കൊരു കണ്ണുകടി? നീ നരച്ച കുറച്ച് കളവനാടാ. ഞാനേ യുവ രക്തമാ. എങ്ങാനൊരു തോക്കന്റെ ഒത്ത് കിട്ടിയോ? എന്തുവാടാ കാലത്തെ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്നേ? ഭയങ്കര പൊടി. എത്ര തുടച്ചിട്ടും പൊടി പോകുന്നില്ല. എടാ, എന്റെ ഫോട്ടോയിൽ പൊടി പിടിക്കുമ്പോ അത് തുടച്ചു കളയാൻ നിന്നെപ്പോലെ ഒരുത്തിനെ ഇവിടെ ഇല്ലേ? അതാടാ ഈ ഫ്ലാഷിന്റെ ഐശ്വര്യം.